നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് ഈ പറഞ്ഞ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, യുദ്ധം നിർത്തും, അതോടുകൂടി ഇന്ത്യയോടുള്ള സമീപനം മാറും, ഇന്ത്യക്ക് റഷ്യ പറ്റും, പിന്നെ കുറേ സെനാരിയോ ഉണ്ട്. പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് IT സെക്ടറിൽ എല്ലാവരുടെയും ജോലി പോകും, ഇന്ത്യയിൽ ഇനി IT കമ്പനികൾ ഉണ്ടാവില്ല. അതിന്റെ ഓരോ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊക്കെ IT വർക്ക് ചെയ്യുന്ന അവരോടൊക്കെ ചോദിക്കാണ് എങ്ങനെയാണ് നിങ്ങളുടെ ജോബിന്റെ അറിയില്ല, എന്താന്ന് അറിയില്ല. 24,970. പക്ഷെ വിക്സൊക്കെ എന്ത് കുറവാണ്, 12 കിടന്ന് ഇങ്ങനെ എഴയാണ് അല്ലെ. വിക്സൊക്കെ ഒരു 14 എത്തുന്ന കാലം ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരുന്നത് നമ്മുടെ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും ബാക്കി ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ, ഇന്ത്യയിൽ നിന്നല്ല ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ. അത് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഒരു മീറ്റിങ്ങിന് ഉണ്ടായതെന്നാണ് നമുക്ക് പറയാനായിട്ടല്ലേ. അങ്ങനെ വേണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രത്യേകിച്ച് നെഗറ്റിവിറ്റി ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ അത്യാവശ്യം 100-200 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 25,000 ബ്രേക്ക് ചെയ്തില്ല എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയൊരു നെഗറ്റിവിറ്റി, ഒരു ചെറിയൊരു ആ നെഗറ്റിവിറ്റി ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ എന്നുള്ളൊരു തോട്ട്. അതിൻ്റെ അകത്തുള്ള കേസ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് ഈ പറഞ്ഞ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, യുദ്ധം നിർത്തും, അതോടുകൂടി ഇന്ത്യയോടുള്ള സമീപനം മാറും, ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ പറ്റും, ഇങ്ങനെ കുറേ സെനാരിയോ ഉണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ അന്ന് അത് പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല കോൾ ഓപ്ഷൻ നല്ല രീതിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി മീറ്റിംഗ് കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എന്നാൽ പോലും ആ മീറ്റിംഗ് ഇരുന്നു എന്നുള്ളത് തന്നെ റഷ്യക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. ഇൻഡയറക്റ്റ്ലി അത് ഇന്ത്യക്കും നേട്ടമാണ്. പക്ഷെ യുദ്ധം നിർത്തണമെങ്കിൽ സെലൻസ്കി കൂടി വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം റഷ്യ ഉക്രൈൻ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം പറഞ്ഞു ക്രിമിയ, അതായത് ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തിരിച്ചു കൊടുക്കില്ല, ഉക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കില്ല. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ഇവിടെ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി റഷ്യക്ക് അനുകൂലമായിട്ട് നടപടികൾ എടുക്കാൻ ട്രംപ് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുകയാണ്. എന്നാലും റിസൾട്ടുകളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ഒരു നെഗറ്റിവിറ്റി ഇല്ല, എന്നാൽ വലിയ പോസിറ്റിവിറ്റി ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ വലിയ ഗ്യാപ്പ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ഗവൺമെന്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത് അല്ലേ. GST കുറച്ചുകൊണ്ട് GSTയിൽ കുറയ്ക്കും എന്നുള്ള പ്രഖ്യാപനം കുറച്ചിട്ടില്ല, ഇംപ്ലിമെന്റ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഇത് മാർക്കറ്റിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുമല്ലോ. എല്ലാ നോർമൽ GST കുറക്ഷൻ, അത് ടാക്സിൽ ഇത്രയും വലിയൊരു ഡിഡക്ഷൻ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 12% ടാക്സ് ഉണ്ടായിരുന്ന 90% പ്രൊഡക്ട്സിനും ഒരു 5% ടാക്സിലോട്ട് അവരത് കൊണ്ടുവന്നു. അത്രയും കുറച്ചു. 28% ഉണ്ടായിരുന്ന മിക്കതിന് നമ്മുടെ AC, കാറുകൾക്കുള്ള ടാക്സ്, ഇതൊക്കെ നേരെ 18% കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇത് രണ്ടും ഭയങ്കര ഒരു വലിയ ഇമ്പാക്റ്റ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ചെറിയ കാറുകൾ 10 ലക്ഷം രൂപയുടെ കാറിൽ ഏകദേശം ഒരു 70,000 to 1 ലക്ഷം രൂപയുടെ കുറവുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സെയിൽസ് കൂടും ആണല്ലേ, AC-യുടെ സെയിൽസ് കൂടും, മൊത്തത്തിലുള്ള ആളുകൾക്കുള്ള അഫോർഡബിലിറ്റി കൂടും, ബിസിനസ്സുകൾ കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഓട്ടോ സെക്ടറിൽ ഈ ഒരു GST കുറവ് ഉണ്ടായത് കൊണ്ട് വലിയൊരു ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹൈക്ക് വന്നത് മാരുതിയിലാണ്. ഇന്നലെ തന്നെ മഹീന്ദ്രയിലല്ല, മഹീന്ദ്ര 6 ഉള്ളൂ, മാരുതി 10% അടുത്തുള്ള. കാരണം മാരുതിയാണ് ഏറ്റവും ചെറിയ അഫോർഡബിൾ കാറുകൾ ഇറക്കുന്ന ഒരു കമ്പനി. അപ്പോൾ അതായത് ഇപ്പോൾ മാരുതിയുടെ ഒരുവിധം മിക്ക കാറുകളും ഈ പറഞ്ഞ ഒരു 11 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കാറ്റഗറിയിലുള്ള കാറുകളാണ്. ഇത് ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കാർ സെയിൽസ് കൂടാൻ പോകുള്ളത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിനും ആ ഒരു ഗുണം കിട്ടും. മഹീന്ദ്രയ്ക്ക് അതിനുള്ള ഗുണം കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മഹീന്ദ്രയിൽ ചെറിയ കാറുകൾ കുറവാണ്. പക്ഷേ എല്ലാവരും ഈ GST കുറച്ച് കാറുകളുടെ സെയിൽസ് കൂടുമെന്ന് പറയുന്ന പോലെ തന്നെ ഓട്ടോ സെക്ടറിൽ അതൊരു ഹൈക്ക് ഉണ്ടാവും. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ആവാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യില്ല. അതായത് GST കുറഞ്ഞ് ഇംപ്ലിമെന്റ് ആയിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ഇതിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തതിന്റെ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് മീൻസ് ഈ ഒരു GST ഉണ്ടാവുന്നതിനെ കുറിച്ച് സൂചനകളൊന്നും തന്നെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല.
ശരിക്കും GST കുറയ്ക്കാൻ തീരുമാനിക്കുന്നത് GST കൗൺസിൽ മീറ്റിംഗ് കൂടിയിട്ടാണ്. GST കൗൺസിൽ മീറ്റിംഗ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കൗൺസിൽ എല്ലാ സ്റ്റേറ്റിൻ്റെ പ്രതിനിധികളും പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. അതിൻ്റെ അകത്ത് അത് തീരുമാനം എടുക്കും. കാരണം ഡിസൈഡ് ആണ് എന്നുള്ളതാണ്. ഇനി ഇതൊരു ഗിമ്മിക്ക് മാത്രം ഇട്ടുകൊണ്ട് നമ്മളെ പറ്റിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ, സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രമല്ല ഇന്ന് എക്കണോമിയുടെ സിറ്റുവേഷൻസിന് ഇത് അനിവാര്യതയാണ്. ഓൾറെഡി കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് തന്നിട്ട് പോലും ഇൻകം ടാക്സ് കുറച്ചു. ഇൻകം ടാക്സ് 12 ലക്ഷമായിട്ട് കൂട്ടി. അതായത് ടാക്സ് ലാബ് കൂട്ടി. അങ്ങനെ തന്നെ എല്ലാ ആൾക്കാർക്കും ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു, അന്ന് നമ്മൾ പറഞ്ഞു കൺസപ്ഷൻ കൂടും. ഒരുപാട് ആളുകൾ മാർക്കറ്റിലേക്ക് അവർക്ക് കാശ് കൂടുതൽ കിട്ടും, കുറച്ച് സേവ് ചെയ്യാൻ മാർക്കറ്റിലോട്ട് വരുന്ന മാത്രമല്ല കൺസപ്ഷൻ കൂടും. ആൾക്കാർ അതായത് ഇപ്പോൾ FMCG സെക്ടർ ആണെങ്കിൽ ഇവർക്കൊക്കെ ഒരു ബൂം കിട്ടും എന്നുള്ള സാധ്യത. പക്ഷെ നമ്മൾ വിചാരിച്ചതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി കിട്ടിയില്ല. ലോക്കൽ മാർക്കറ്റിൽ വലിയ ക്യാഷ് ഫ്ലോ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ലോക്കൽ ആൾക്കാരുടെ കടം ഭയങ്കര ഹൈ ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? എക്സ്ട്രാ ലിക്വിഡിറ്റി കൊടുത്ത് മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാം. ഞാൻ ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് വിചാരിക്കരുത്, നോർമൽ എക്കണോമി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ആദ്യം സാധാരണക്കാർക്ക് 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആക്കി കൊടുത്തു. അപ്പോൾ അത് കൂടുതൽ സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു, അപ്പോൾ ആ സ്പെൻഡിങ് ഉണ്ടാവുന്നില്ല. വിചാരിച്ചൊരു നേട്ടം അവിടെ ഗവൺമെൻറ്റിന് കൈവരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ RBI ഡയറക്റ്റ് ഇടപെട്ട് കൂടുതൽ ബാങ്കുകൾക്ക് ഫണ്ട് ഇൻജക്ട് ചെയ്തു. ഒരു 2 ലക്ഷം 3 ലക്ഷം കോടി രൂപ യെസ് ബാങ്ക് എന്നല്ല, ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് ഫണ്ട് ഇൻജക്ട് ചെയ്യുകയാണ്. ഇത് ഇൻജക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോൺ സപ്ലൈ ഒക്കെ കൂടിയിട്ട് കൂടുതൽ ലോൺ കൊടുക്കുകയും കൂടുതൽ ഫണ്ട് മാർക്കറ്റിലോട്ട് വരികയും ചെയ്യും. ഇത് ചെയ്തിട്ടും ഈ പറഞ്ഞ നിങ്ങൾ ഇൻഫ്ലേഷൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഇൻഫ്ലേഷൻ കുറയാനുള്ള റീസൺ പ്രൊഡക്ഷൻ കൂടിയത് മാത്രമൊന്നുമല്ല, ആൾക്കാരുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് കുറയുന്നതുകൊണ്ട് ഇൻഫ്ലേഷൻ കുറയും. ഡിമാൻഡ് കൂടുമ്പോൾ ഒരു ഇൻഫ്ലേഷൻ, ആ ഒരു കുറവും ഈ തവണത്തെ ഇൻഫ്ലേഷൻ കുറവിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ രണ്ടും ചെയ്തിട്ടും ഗവൺമെൻറ്റിന് വിചാരിച്ചതുപോലെ മാർക്കറ്റ് ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കാനോ കൂട്ടാനോ സാധിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ മെഷറായിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ടാക്സ് കൂടി കുറച്ച് കൊടുത്തു. ഇങ്ങനെയെങ്കിലും കൺസപ്ഷൻ കൂടട്ടെ എന്നാണോ അവർ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഇതാണ് ഞാൻ കാണുന്ന ഒബ്സർവേഷൻ. ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടും പോസിറ്റീവ്. അപ്പോൾ ഈ 3 മെഷേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. എന്നിട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. എന്നിട്ടും ഈ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ കാര്യങ്ങൾ കുറച്ച് ബാഡാണ്. സാധാരണക്കാരൻ റീറ്റെയിലേഴ്സിൻ്റെ കടം വലിയ രീതിയിൽ പെരുകുന്നത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത് 2008 US സംഭവിച്ചതുപോലെ ഒരു ഡിസാസ്റ്റർ ഒരു പക്ഷേ നമ്മുടെ ഇവിടെ സംഭവിച്ചു എന്ന് വരാം. ഇത് ശരിക്കും ഇതൊരു ബലൂൺ പോലെയാണ്. ഈ ബലൂൺ പൊട്ടുന്നതിൻ്റെ സമയം നീട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് ഈ ഒരു മെഷേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബലൂൺ പൊട്ടി തന്നെ പോകണം, ഈ ബബിൾ പൊട്ടണം, ഈ ലോണുകളും ഈ കടങ്ങളൊക്കെ NPA ആയിട്ട് ബാലൻസ് ഷീറ്റിൽ വന്ന് മാറണം. ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്റ്റേബിൾ ഗ്രോത്തിലോട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഷോർട്ട് ടൈമിൽ ഇപ്പോഴും ബുള്ളിഷ് അല്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ബീറിഷ് ആയിരുന്നു. മാർക്കറ്റ് 25,500 ലെവലിലെത്തിയപ്പോൾ മുതൽ അവിടെ നിന്ന് മാർക്കറ്റ് 24,000 വരെ പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റിലാണ് തിരിച്ച് 25,000 മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ഷോർട്ട് ടൈമിലെങ്കിലും ഒരു ബുള്ളിഷ് വ്യൂവിലോട്ട് മാറണമെങ്കിൽ മാർക്കറ്റ് 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഒരു സ്ട്രെങ്ത്ത് കാണിച്ചാൽ മാത്രമേ എനിക്ക് ബുള്ളിഷിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പുതിയ സ്റ്റോക്കുകളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ശരിയാണ്, പല സ്റ്റോക്കുകളും 10-8% ഗ്രോ ചെയ്തു. പക്ഷെ അതൊക്കെ വീണ്ടും വാല്യുവേഷൻ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷമുള്ള 1-2 ക്വാർട്ടർ റിസൾട്ടുകൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉള്ളത്. പക്ഷെ എനിക്ക് വേറൊരു ഗുണം കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. ഞാനീ പറഞ്ഞതുപോലെ ട്രംപ് പുട്ടിൻ മീറ്റിങ്ങിന് വിചാരിച്ച് മേടിച്ച് വെച്ച കോളെല്ലാം ലോട്ടറി അടിച്ച് ഒറ്റ അക്കൗണ്ടിൽ തന്നെ പ്രോപ്പറായിട്ട് ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ടും കൂടി ഞാൻ കോള് മാത്രമല്ല പുട്ടും ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് പുട്ടിനും ട്രംപിന്റെ ഈ സ്വഭാവം അനുസരിച്ച് രണ്ടുപേരും കൂടി അടിയുണ്ടാക്കി മാർക്കറ്റ് അല്ലല്ല, അങ്ങനെയല്ല. പുട്ടിനും ട്രംപും അങ്ങനെ അടി ഉണ്ടാക്കില്ല. കാരണം പുട്ടിൻ വന്ന മാത്രമല്ല, ട്രംപ് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. യൂറോപ്യൻ യൂണിയനായിട്ടുള്ള മീറ്റിംഗ്സ് കഴിഞ്ഞിട്ടാണ് പുട്ടിനായിട്ട് വന്നിരുന്നത്. അപ്പോൾ യൂറോപ്പ് അംഗീകരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുട്ടിനെ ആ പഴയ സൗഹൃദം നിലനിർത്തുന്ന രീതിയിൽ പുട്ടിനും ട്രംപും ആദ്യമേ നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. ഈ ഒരു ഇഷ്യൂ കൊണ്ട് പുട്ടിനെന്താ കുറ്റവാളിയായിട്ട് എല്ലാവരും കാണുന്നതാണ്. പക്ഷേ ഇവിടുത്തെ നീതി ഏത് നീതിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 കൊല്ലം യുദ്ധം ചെയ്തു. എന്തിനാണ് യുദ്ധം ചെയ്തത്? നാറ്റോയിൽ കയറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്രീമിയ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
2 കൊല്ലം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നാറ്റോയിൽ അംഗത്വമില്ല, റഷ്യക്ക് ക്രിമിയ തിരിച്ചു കൊടുക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഇത് എവിടത്തെ കാട്ടുനീതിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫൈൻ, അത് രണ്ടാമത്തെ കേസ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇന്ത്യയിലാണ്. നമുക്ക് വേണ്ടത് ആക്ച്വലി നമ്മുടെ കാര്യമാണ്, ഇന്ത്യയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യക്ക് ഈ പറയുന്ന എക്സ്ട്രാ താരിഫ് ഒഴിവാക്കി കിട്ടണം. ഇനിയിപ്പോൾ എക്സ്ട്രാ താരിഫ് ഉണ്ടെങ്കിലും നമ്മളതിന് ഇത്ര വലിയ പേടിക്കേണ്ടാവുന്ന ആവശ്യമില്ല. ചിലപ്പോൾ 2 ക്വാർട്ടർ കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്പനികൾ മറ്റു മാർക്കറ്റുകൾ കണ്ടെത്തും. ഇനി ചിലപ്പോൾ മറ്റു മാർക്കറ്റ് കിട്ടില്ല, അത് ഇന്ത്യയിൽ വിറ്റ് തീരും. നമ്മൾ അത്രയും വലിയ കൺസെപ്ഷൻ രാജ്യമാണ്. അപ്പോൾ ഈ കിറ്റക്സിലുണ്ടായൊരു ഭയങ്കര ഒരു നെഗറ്റിവിറ്റി, അതായത് അമേരിക്ക ഇത്രയും താരിഫ് വെച്ചപ്പോൾ തീർച്ചയായിട്ടും. കാരണം കിറ്റക്സിന്റെ 90% എവിടെയാണ് വിൽക്കുന്നത്? യുഎസിലാണ്. എത്ര നാൾ കിറ്റക്സിന് അങ്ങനെ ഇത് പിടിച്ച് കിറ്റക്സ് എന്ത് ചെയ്യും? മറ്റു മാർക്കറ്റുകൾ കണ്ടെത്തും. ഇവർ ദുബായിലോട്ടോ UK ഒക്കെ മറ്റ് സ്ഥലങ്ങൾ ഉറപ്പല്ലേ, അവർ കച്ചവടം ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇവിടെ വിൽക്കാൻ പറ്റും, അമേരിക്കയിൽ വിൽക്കാൻ പറ്റില്ലെങ്കിൽ ആ സാധനം യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കും. യൂറോപ്പിൽ വിൽക്കാൻ പറ്റില്ലെങ്കിൽ അവർ വേണമെങ്കിൽ ചൈനയിൽ കൊണ്ടുപോയി വിൽക്കും. എല്ലാ കമ്പനികളും ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എത്ര നാൾ പിടിച്ച് നിൽക്കും? ഓക്കെ, അടുത്ത ഓപ്ഷൻസ് കാണും. പക്ഷെ അതിനൊന്നും ആവശ്യം വരില്ല. അമേരിക്ക എല്ലാ താരിഫ്സും ഒഴിവാക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പോസിറ്റിവിറ്റി കൂടി നമ്മൾ കണ്ടേ. ഇനി ആരും വലിയ കാര്യമായിട്ട് സംസാരിക്കാത്ത മറ്റൊരു പോസിറ്റിവിറ്റി കൂടിയുണ്ട്. ഇതാണ് ഏറ്റവും, എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ക്രൂഷ്യലാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ലോങ് ടൈമിൽ ഇന്ത്യൻ എക്കണോമിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതായത് S&P എന്ന് പറയുന്ന ഈ ക്രെഡിറ്റ് ഏജൻസി, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്ന ഒരു ഏജൻസി നമ്മുടെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കടമെടുപ്പ്, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയും. അപ്പോൾ സിൽവിക്ക് നമ്മൾ സിബിൽ സ്കോർ എന്ന് പറയുന്ന പോലെയാണ് ഓരോ രാജ്യത്തിനും ക്രെഡിറ്റ് സ്കോർ. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്തു തന്നു. അപ്പോൾ ക്രെഡിറ്റ് ഇപ്പം സിബിൽ സ്കോർ കൂടുതലുണ്ടെങ്കിൽ എന്താ ഗുണം? ലോൺ കിട്ടാൻ എളുപ്പമാണ്, റേറ്റ് കുറവിൽ ലോൺ കിട്ടും. അങ്ങനെയാണല്ലോ. ഇതുപോലെയാണ് ഈ ക്രെഡിറ്റ് സ്കോർ. ഇന്ത്യയുടെ ക്രെഡിറ്റ് സ്കോർ ലോങ് ടൈം ആവറേജ് 10 ഇയർ ക്രെഡിറ്റ് സ്കോറാണ് ഇവർ കൂട്ടിത്തരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. ഓൾറെഡി ഇന്ത്യ ലോൺ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ ലോൺ തരാൻ റെഡിയാകും, വേൾഡ് ബാങ്കുകൾ. പ്ലസ് മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആദ്യം നമുക്ക് തന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് കുറവിൽ തരും. 1% ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വർഷം എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയും. ഇത് നമ്മുടെ ലോങ് ടൈം ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഗുണകരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ലോങ് ടൈം നമുക്കൊരു വികസിത രാജ്യമായിട്ട് മാറുന്നതിന് ഇത് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് മൂന്നും ഭയങ്കര ക്രൂഷ്യലായിട്ട് തന്നെ നമ്മൾ കാണാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീക്കെൻഡിൽ സംഭവിച്ചിട്ടുണ്ട്. സോ 25,000-ൻ്റെ മുകളിൽ മാർക്കറ്റ് നിന്നാൽ മാത്രമാണ് പൊസിഷനിൽ നമുക്ക് ബുള്ളിഷായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിനേക്കാൾ തൊട്ട് മുകളിലൊരു റെസിസ്റ്റൻസ് ഉള്ളത് 25,000 മുകളിൽ മാർക്കറ്റ് നിൽക്കണം. പ്ലസ് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് 25,250 എന്ന് പറയുന്ന ലെവലാണ്. തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ 24,700 എന്ന് പറയുന്ന ലെവലും ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ട് മാർക്കറ്റ് പുറത്ത് കിടക്കുന്നോ അതാണ് അടുത്ത മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. പിന്നെ ട്യൂസ്ഡേ സെൻസെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും അത് ഇന്നലെ ഓൾമോസ്റ്റ് ഇന്നലെ മൂവ്മെന്റ് ഒന്നുമില്ല. ഗ്യാപ്പ് വന്ന് ജസ്റ്റ് ഒരു മോളിൽ പോയി താഴെ ആ ക്യാൻഡിൽ ഇൻസൈഡാണ് ഒന്നാലോചിച്ചത്. അത്രയും ചെറിയ മൂവ്മെന്റ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വളരെ എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് IT സെക്ടർ. എല്ലാവരുടെയും ജോലി പോവും, ഇന്ത്യയിൽ ഇനി IT കമ്പനികൾ ഉണ്ടാവില്ല. അതിൻ്റെ ഓരോ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ IT വർക്ക് ചെയ്യുന്ന അവരോടൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ജോബിൻ്റെ അറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം IT-കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയാണ് സുനിലിന് അവർക്കൊരു ഹോപ്പ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ പറയുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 2017 വരെ സുനിൽ ഓൾറെഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന IT ഫീൽഡായിരുന്നു വർക്ക് ചെയ്ത ആളാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ സ്റ്റിൽ ഒരു എൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. കൂടെ പഠിച്ചവരുണ്ട്, ഹ്യൂജ് സാലറി വാങ്ങുന്നവരുണ്ട്, വലിയ ഇൻകം ടാക്സുകൾ അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജോബിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ ടെക്നോളജി അപ്ഗ്രേഡ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ IT-ലൊന്നും അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഡേ ടു ഡേ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. കാരണം ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പൈത്തണൊന്നും വലിയ ഒരു ജാങ്കോ അല്ലെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഒന്നും വലിയ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ച പലരും ഫുൾ സ്റ്റാക്ക് ആയി.
ഇപ്പോൾ അതിൻ്റെ അകത്ത് അതിനേക്കാൾ വലിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്ന് ആ രീതിയിലോട്ടൊക്കെ മാറും. അതിൽ തന്നെ ഫ്രെയിം വർക്കുകളും ടെക്നോളജികളൊക്കെ അത്രയും വലിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ AI വന്നു. അപ്പോൾ AI എഞ്ചിനീയർ ആവാനാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. AI സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. കോഴ്സിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ജോബ് പ്രൊഫൈൽ. അപ്പം ഇപ്പോൾ IBM ഇന്ത്യയിൽ 10% എംപ്ലോയീസിനെ ഒഴിവാക്കുന്നുണ്ട്. എന്തോ 2800 എംപ്ലോയീസിനെ എങ്ങാണ്ട് ഒഴിവാക്കുന്നു എന്നുള്ള ന്യൂസ് കേട്ടു. കമ്പനികൾ എണ്ണം കുറയ്ക്കുമായിരിക്കും, പക്ഷേ കഴിവുള്ളവർക്ക് കൂടുതൽ സാലറി ആയിരിക്കും കിട്ടുക. ഇപ്പോൾ കൊച്ചിയിൽ പോലും കഴിഞ്ഞ 2 വർഷമായിട്ട് IT മേഖലയിൽ വലിയ ഹൈക്കുകൾ, സാലറിയിൽ വലിയ ഹൈക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ IBM വന്നു. IBMൻ്റെ പാക്കേജസ് നോക്കൂ നിങ്ങൾ, ഭയങ്കര ഹ്യൂജ് പാക്കേജസ് ആണ്. ബാംഗ്ലൂർ ഉള്ള ഇപ്പോഴത്തെ IT ഫേമുകളിൽ കിട്ടുന്ന പാക്കേജസ് നോക്കൂ, ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ നിങ്ങൾ സ്കിൽഡ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? TCS ലിസ്റ്റഡ് ആയിട്ടുള്ള TCS, ഇൻഫോസിസ് പോലുള്ള കമ്പനികൾക്ക് നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ളതിലാണ് ചോദിച്ചിന്. ഇതിന് ഒരു പക്ഷേ ഇതിനിപ്പോൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ IBM, ഫേസ്ബുക്ക്, ഗൂഗിള് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ ഇന്ത്യയിലോട്ട് ഡയറക്റ്റ് കമ്പനികൾ ഇടുകയും ഇവിടെ ഡയറക്റ്റ് ഹയറിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇത്ര നാൾ എന്താ ചെയ്യുക? ഇവർ TCSനും ഇൻഫോസിസിനും ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഇപ്പം അത് കൊടുക്കാതെ ഇവർ ഡയറക്റ്റ് ചെയ്യാണ്. എല്ലാവരും അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പം ഗൂഗിളിൻ്റെ ഓഫീസ് ഒന്നുമില്ല ബാംഗ്ലൂർ, എല്ലാവരും അങ്ങനെ വരുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളും ഡയറക്റ്റ് ഇന്ത്യയിൽ ഓഫീസ് ഇടാം. അങ്ങനെയുള്ള ഗുണം കിട്ടുമ്പോൾ എന്നെ റിസൾട്ട് എന്താണെന്ന് അറിയാം. ഇത്ര നാളെ TCSനൊക്കെ യഥാർത്ഥ ലാഭം ആർബിട്രാജ് ആയിരുന്നു. അത് മാൻ ആർബിട്രാജ് ആണ്. ഇവിടെ 1000 രൂപയ്ക്ക് സാലറിയിൽ ആളെ വെച്ചിട്ട് അവിടുന്ന് 10,000 രൂപ മേടിക്കുന്നു, 9,000 അവരുടെ ലാഭം. ഇതിനാണ് ആർബിട്രാജ്. ഇന്ത്യയിലെ എല്ലാ IT കമ്പനികളും വർക്ക് ചെയ്ത, സർവീസ് ഓറിയൻറ്റഡ് വർക്ക് ചെയ്ത BPOസുകളും എല്ലാവരും വർക്ക് ചെയ്തത് ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഈ ഇൻഡസ്ട്രി ഇവോൾവ് ആവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളായിരിക്കണം, അല്ലെങ്കിൽ US നിന്നോ ചൈനയിൽ നിന്നോ ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളായിരിക്കണം നിങ്ങൾക്ക് ജോലി കിട്ടേണ്ടത്. അങ്ങനെ ഗുണം എന്താണെന്നറിയോ? TCS, ഇൻഫോസിസ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ 5 ഇരട്ടി സാലറി ആയിരിക്കും ഇവർക്ക് ഈ കമ്പനികളിൽ കിട്ടുക. പക്ഷെ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല കഴിവുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് ഇതിന്റെ ബിഹൈൻഡ് നടക്കുന്നത്. ഇപ്പൊ നടക്കുന്ന സെനാരിയോ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ IT ജോലി പോയി. കാരണം അവിടെ പ്രശ്നം എന്താ? TCS ഒരു പ്രൊജക്റ്റിൽ തല എണ്ണിയിട്ടാണ് കാശ് മേടിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ അവർക്കത് വേണ്ട. അവർക്ക് ഒരു ടീം TCS അല്ല ഡയറക്റ്റ്. ഇപ്പോൾ TCS 1000 പേരെ വെച്ച് ചെയ്യുന്ന സെയിം പരിപാടി ഒരു പ്രൊഡക്റ്റ് കമ്പനി ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് 200 ആളെ അവർക്ക് അവരെ ഭയങ്കര കഴിവുള്ള ആൾക്കാരായിരിക്കും. അവർക്കെല്ലാം ഭയങ്കര സാലറി നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു TCS, ഇൻഫോസിസ് എംപ്ലോയീസ് ഒക്കെ രാജിവെച്ച് കഴിവുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന TCSും ഇവരൊക്കെ ഒരു എൻട്രി ലെവൽ ജോബ്സ് മാത്രം ചെയ്തിട്ട് ഇവരൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 year 5 year ആകുമ്പോൾ ഇവരിൽ കഴിവുള്ള ആൾക്കാർ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിലോട്ട് മാറാണ്. ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ പോലും ഹ്യൂജ് സാലറിയാണ് കൊടുക്കുന്നത്. ആളുകൾക്കും ഈ സർവീസ് ബേസ്ഡ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. TCS, ഇൻഫോസിസ് ഇപ്പോഴും ഒരു പ്രോപ്പർ പ്രൊഡക്റ്റ് ബേസ്ഡ് അല്ല എന്നുള്ളത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും വലിയ 2ാമത്തെ IT കമ്പനി എന്ന് പറയുന്നത് TCS ആണ്. അവരുടെ കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഈ പറഞ്ഞ സർവീസ് ഓറിയൻറ്റഡ് IT ഫേമുകൾക്ക് ഇനി ഫ്യൂച്ചർ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ക്ലാരിറ്റി വന്നത്. ഇത് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് IT കമ്പനികളിലാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ല, അതും ഞാൻ പറയുന്നില്ല. കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. സർവീസ് ഓറിയന്റഡ് IT കമ്പനികളിലാവരുത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളായിരിക്കും. ഫോർ എക്സാമ്പിൾ സുനിലിന്റെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് കേരളത്തിലുള്ള എല്ലാവരും TCS, ഇൻഫോസിസ് വിൽക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നോ ഇവർ ലാഭം ഉണ്ടാക്കുന്നില്ലാന്നോ ഇവർ നാളെ അടച്ചു കൂട്ടുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോക്കുന്നത് അടുത്ത 10-15 കൊല്ലത്തിലേക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യൂ മാറേണ്ടത് പ്രൊഡക്റ്റ്. ഇപ്പോൾ സഹിൽ നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്യുന്ന IT കമ്പനിയാണ്. സഹിൽ ഗ്രോ ചെയ്തില്ലേ? ഫൈൻ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് കയറ്റി അയക്കുന്നത് നമ്മുടെ കേരളത്തിലെ നെസ്റ്റാണ്. SF എന്ന് പറയുന്ന നമ്മുടെ സെസ്സിലും ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കേരള കമ്പനിയാണ്. ഇലക്ട്രോണിക്സ് IT ഹബ്ബാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ IoT ഡിവൈസുകൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ അവർ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. ഇങ്ങനത്തെ കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ടെക്നോളജികൾ ഇൻവെൻറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും.
അല്ലാതെ ഈ സ്ഥിരം യുഎസിൻ്റെ ബാക്ക് ഓഫീസ് വർക്കുകൾ മാത്രം ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനികളിൽ നിങ്ങൾക്ക് എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒട്ടും നല്ലൊരു ബെറ്റല്ല. പക്ഷേ ഈ പറഞ്ഞ ഡയറക്റ്റ് വരുമ്പോൾ ആ കമ്പനികൾ ലിസ്റ്റഡ് അല്ലല്ലോ, അപ്പോൾ അതിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ലിസ്റ്റഡ് ഉള്ള കമ്പനികൾ കണ്ടുപിടിക്കുന്നേ പ്രോഡക്റ്റ് ബേസ്ഡ് ഇഷ്ടംമാതിരി ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ബേസ്ഡ് IT കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പ്രൊഡക്റ്റ് ബേസ്ഡ് IT കമ്പനീസിനാണ്, അതായത് സർവീസ് ബേസ്ഡ് IT കമ്പനീസിനല്ല നമ്മൾ കോൺസെൻട്രേറ്റ്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി. അപ്പം ഒന്ന് പോയി ChatGPT സെർച്ച് ചെയ്യും പ്രൊഡക്റ്റ് ബേസ്ഡ് ലിസ്റ്റഡ് ഇന്ത്യൻ IT ഫേംസ് എടുക്കുക, ബാലൻസ് ഷീറ്റ് നോക്കുക, 5 കൊല്ലത്തെ നോക്കുക, അല്ലെങ്കിൽ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നോക്കുക, ചാർട്ട് നോക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനാണോ പാട് ഇന്നത്തെ കാലത്ത്? എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ GSTയിലെ പുതിയ അപ്ഡേറ്റ്സിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് ChatGPTയിലിട്, എന്നിട്ട് നോക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന നല്ല കമ്പനികൾ ഏതൊക്കെ, ലിസ്റ്റ് കിട്ടില്ലേ? ChatGPT കള്ളനാണ്, പുള്ളി കറക്റ്റ് റിസൾട്ട് തരില്ല. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ അല്ലേ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്. ഞാനിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് കോഴ്സിലെല്ലാം പുതിയ ബാച്ചുകളിലെല്ലാം ഞാൻ ഈ ChatGPT പ്രോംപ്റ്റുകളൂടി നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് എങ്ങനെ ChatGPT അല്ലെങ്കിൽ ക്ലൗഡ് അല്ലെങ്കിൽ ഗ്രോക്ക് പോലുള്ള ഈ ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ട്രെയിനിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടിയുള്ള ട്രെയിനിങ് നമ്മൾ നമ്മുടെ പ്രോഗ്രാംസിൽ ചെയ്യുന്നുണ്ട്. കാരണം പണ്ടത്തെ കൂട്ട് ഒന്നും ഇനി അങ്ങനെയൊന്നല്ല, AI കൂടി ഉപയോഗിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മാർക്കറ്റിൽ നത്തിങ് സ്പെഷ്യൽ. ഞാൻ നോക്കിയിട്ടില്ല, രാവിലെ അവിടെ തന്നെയാണ് കയറി 100 പോയിന്റ് അപ്പാണ്, 24,970. പക്ഷേ വിക്സൊക്കെ എന്ത് കുറവാണ്, 12 കിടന്ന് ഇങ്ങനെ എഴുകയാണ് അല്ലേ. വിക്സൊക്കെ ഒരു 14 എത്തുന്ന കാലം ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അടുത്ത കാലത്ത് എത്തില്ല എന്ന് തന്നെയാണ് അങ്ങനെ പറയരുത്. ഞങ്ങൾ പാവ ഓപ്ഷൻ ട്രേഡേഴ്സ് കഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസത്തെ പ്രോഫിറ്റ് ഭയങ്കര, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻട്രാഡേയിൽ കിട്ടിയ ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് ആയല്ലോ, പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ GST ലോട്ടറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ അതുകൊണ്ടാണ് രാവിലെ തന്നെ പൊസിഷൻ. ഞാൻ വിചാരിച്ചത് മീറ്റിംഗ് കൂടുന്നു, ട്രംപും പുട്ടിനും കൂടി മീറ്റിംഗ് കൂടി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഓവർനൈറ്റ് കോൾ അത്രയും ലോഡ് ചെയ്യുന്നത്. ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ കുറച്ച് പുട്ട്, ഈ ഒരു ലോജിക്കിൽ ആഡ് ചെയ്ത് GST കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓൺ സ്പോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 2 ലക്ഷം രൂപ പ്രോഫിറ്റ്, 9 തന്നെ ട്രേഡ് എക്സിറ്റ് അടിക്കുന്നു. കുറച്ച് ആളുകളായിട്ട് ഈ വിക്സ് ഒക്കെ നിൽക്കുന്ന കാരണം നമുക്ക് അത്രയും വലിയ ട്രേഡുകൾ 5x ഒക്കെ കിട്ടി. വളരെ 40,000 to 45,000 യൂസ് ചെയ്തിട്ടാണ് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയത്. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് ഈവൻ ആ മൂവ്മെന്റിന്റെ പകുതിയിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയിരുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മള് എക്സ്പയറി ഡേയ്സിൽ ഇപ്പൊ നല്ല മൂവ്മെന്റ്സ് ഉണ്ട് മിക്ക ദിവസങ്ങളും. റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 2x 3x ഒക്കെ എക്സ്പയറി ഡേയ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇക്വിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്ഷൻസിന്റെ വിക്സ് താഴെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് മാറിക്കാനൊന്നും പറ്റില്ല മാർക്കറ്റിൽ. നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സ് കുറവാണ്, പക്ഷേ നമ്മുടെ പേഷ്യൻസ് കാണിക്കേണ്ട സമയമാണ്. നല്ല ട്രേഡുകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിന് അത്രയും പേഷ്യൻസോട് കൂടി മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ഇപ്പോൾ അനാവശ്യമായിട്ട് ട്രേഡ്, ഇപ്പോൾ ഇന്ന് അനാവശ്യമായിട്ട് ഒരു ബുള്ളിഷ് ട്രേഡ് മാത്രമേ ഉള്ളൂ ഇന്ന്. കാരണം എല്ലായിടത്തേക്കും ഇന്ന് ഒരു 3 മിനിറ്റ് ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എക്സ്പയറി ഡേ ആണല്ലോ, ട്യൂസ്ഡേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യവും ഷെയ്ക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രീമിയത്തിന് വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. വലിയ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും അതൊരു എന്താ പറയുക, ഒരു 100 പോയിൻ്റേ ഉള്ളൂ, ഒരു നോർമൽ മൂവ്മെൻറ്റ്. സെൻസെക്സിൽ പോലും ചെയ്ത ആൾക്ക് മാത്രമാണ് കുറച്ചെങ്കിലും റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. നിഫ്റ്റിയിൽ അത്രയും വലിയൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ പേഷ്യൻസും ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ച് മാത്രമാണ് ഓപ്ഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേഷ്യൻസ് കാണിക്കുക, സർവൈവ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂവിൽ സ്റ്റിൽ ഐ ആം ബിയറിഷ് എന്ന് തന്നെ ഞാൻ പറയും. 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മാറ്റിയിട്ട് ലെറ്റ് സി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഞാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലുണ്ടായ റിസൾട്ടുകളും GST ആണ് ഏറ്റവും. ഇനിയിപ്പോൾ GST വന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഇപ്പം കിട്ടിയ ഒരു പുഷ് നല്ലൊരു പുഷാണെങ്കിൽ മാത്രമേ 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പുഷ് വലിയ കാര്യമായിട്ട് മാർക്കറ്റ് മീൻസ് ഓവറോൾ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ വീഴേണ്ട മാർക്കറ്റിനെ ഗവൺമെൻറ് എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും വീഴും.
വീഴാതെ അവസാനമാണ് വീഴുന്നതെങ്കിൽ ആ വീഴ്ച വലുതായിരിക്കും. അതിന് മേലെ വീഴ്ത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും എന്തായാലും ഈ ആഴ്ച തിങ്കളാഴ്ച നല്ലൊരു മാർക്കറ്റായിരുന്നു, അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ ആഴ്ച തീരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഫ്രൈഡേ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ചെറിയ രീതിയിൽ പോർട്ട്ഫോളിയോ ഒക്കെ കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു നനങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ന്യൂ എൻട്രീസിന് സമയമായി ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് വെയിറ്റ് എന്നുള്ളൊരു കൺക്ലൂഷൻ, വെയിറ്റ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റിയ സമയമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.